ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദേവാംഗന ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് +2 സ്റ്റുഡൻസിനും അതേപോലെ തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് ഏത് വീഡിയോസാണ് വേണമെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ എന്ന് പറയുന്നത് +2 സ്റ്റുഡൻസിനും അതേപോലെ +1 ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന സ്റ്റുഡൻസിനും ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു സ്റ്റഡി പ്ലാനാണ്. അപ്പോൾ ചിലവരൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അന്നു തന്നെ വീട്ടിൽ വന്ന് പഠിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾ ഒരു സ്റ്റഡി പ്ലാനൊന്നും ഇല്ലാതെ ചിലപ്പോൾ എക്സാംസ് വരുമ്പോൾ അതിൻ്റെ തലേദിവസം ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ കുട്ടികളായിരിക്കും. പക്ഷേ ഇപ്പോൾ മാർച്ചിൽ എക്സാം ആവാറായി, പബ്ലിക് എക്സാം ആവാറായി. ഇനി നമുക്ക് കുറച്ച് മാസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ ഒരു എത്ര ദിവസം ഉണ്ടെന്ന് കറക്റ്റ് മനസ്സിലാക്കി വെച്ച് ഒരു ദിവസം ഒരു ചാപ്റ്ററെങ്കിലും വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എത്ര ദിവസം ഉണ്ടെന്നും അതേപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും എൻ്റെ ടോട്ടൽ അതേപോലെ വെയിറ്റേജ് അനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ +2 സബ്ജക്റ്റിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് 6 സബ്ജക്റ്റാണുള്ളത്. അതേപോലെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് 3 സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വിചാരിക്കുക നിങ്ങളിപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്കിപ്പോൾ 9 സബ്ജക്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാം. അപ്പോൾ മൊത്തം 6 സബ്ജക്റ്റ് +2 ഇമ്പ്രൂവ് ചെയ്യുന്ന 3 സബ്ജക്റ്റ്, അങ്ങനെ മൊത്തം 9 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ അതനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ പഠിച്ചത്. ഇപ്പോൾ നമുക്ക് 10th എന്താണ് 10 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ +2 നമുക്ക് ഇത്ര 9 സബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ സാധിക്കും. അതേപോലെ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ +2 നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഞാൻ ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷും അതേപോലെ സെക്കൻഡ് ലാംഗ്വേജിനെ പറ്റിയും പറയുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു 4 സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് മെയിനായിട്ടും പറയുന്നത്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഈ ഇത്രയും ചാപ്റ്റേഴ്സ്. ഫിസിക്സിൽ നമുക്ക് +2 14 ചാപ്റ്റേഴ്സ് ഉണ്ട്, കെമിസ്ട്രിയിൽ 10 ചാപ്റ്റേഴ്സ്, അതേപോലെ മാത്സിൽ 13 ചാപ്റ്റേഴ്സ് ഉണ്ട്, ബയോളജിയിൽ 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. ബയോളജിയിൽ എന്ന് പറയുമ്പോൾ ബയോളജിയിൽ ബോട്ടണി 5 ചാപ്റ്റേഴ്സ്, സുവോളജി 8 ചാപ്റ്റേഴ്സ്, അങ്ങനെ നമുക്ക് 13 ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അതിൻ്റെ അത്രയും ടോട്ടൽ ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് 50 ചാപ്റ്റേഴ്സ് നമുക്ക് ആ ഒരു 4 സബ്ജക്റ്റിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു 50 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ 50 ദിവസങ്ങളുണ്ട്. ഞാനിപ്പോൾ ഫെബ്രുവരി, മാർച്ച് ആ ഒരു മാസങ്ങളിലെ കാര്യം പറയുന്നില്ല, ജനുവരി വരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ജനുവരി വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 123 ഡേയ്സ് ഉണ്ട്. ഇപ്പോൾ ഒക്ടോബറാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ആ ഒരു 4 മാസം പറയുമ്പോൾ നമുക്ക് ഏകദേശം 123 ഡേയ്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് സ്കൂളിൽ പോകേണ്ട ദിവസങ്ങളും പിന്നെ അവധിയായിട്ട് ഉള്ള ദിവസങ്ങളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡേ ഒരു ലീവ് ആയിട്ടുള്ളൊരു ദിവസം നിങ്ങൾ ഏകദേശം 2-3 ചാപ്റ്റർ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്കൂളുള്ള ദിവസം നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1 ചാപ്റ്ററെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു +2 നിങ്ങൾക്ക് ആ 4 സബ്ജക്റ്റ് കൂടെ കൂട്ടി 50 ചാപ്റ്ററാണുള്ളത്. അതേപോലെ തന്നെ നമുക്കിനി ഒക്ടോബർ വെച്ച് ഒക്ടോബർ തൊട്ട് ജനുവരി വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം 123 ഡേയ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാലും തീരാവുന്നതേ ഉള്ളൂ. പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഒരു ചാപ്റ്ററെങ്കിലും വെച്ച് പഠിച്ചാലും തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ +1 ഇംപ്രൂവ്മെൻറ്റ്സ് എഴുതുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. അപ്പോൾ ഫിസിക്സ് നമുക്ക് 14 ചാപ്റ്റേഴ്സാണ് +1ലുള്ളത്. അതേപോലെ ബയോളജി 19 ചാപ്റ്റേഴ്സാണുള്ളത്. അതേപോലെ കെമിസ്ട്രി 9 ചാപ്റ്ററും, അതേപോലെ തന്നെ മാത്സ് 14 ചാപ്റ്റേഴ്സുമാണ് ഉള്ളത്. അപ്പോൾ അത് ഓൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 56 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഇമ്പ്രൂവ് ചെയ്യുന്നത്, ചിലപ്പോൾ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ ഒരു 3 ചാപ്റ്ററാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 42 ചാപ്റ്റേഴ്സ് +1 പഠിക്കാനുണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇത് നോക്കി തന്നെ കറക്റ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ +2 +1 നിങ്ങൾ ഇപ്പോൾ 3 ചാപ്റ്റേഴ്സ്
3 ചാപ്റ്റേഴ്സ് അല്ല 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണെങ്കിൽ 42 ചാപ്റ്റേഴ്സ്, അതേപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഈ ഒരു 4 വിഷയത്തിൻ്റെയും കൂടെ കൂട്ടി നമുക്ക് 56 ചാപ്റ്റേഴ്സാണുള്ളത്. നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണെന്നും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നും വെയിറ്റേജും എത്ര ആണെന്നും ഒക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ തന്നെ ആദ്യം പഠിക്കാനായിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം അല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു 50 ചാപ്റ്റേഴ്സാണ് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജനുവരി വരെ നോക്കുകയാണെങ്കിൽ 123 ഡേയ്സ് ഉണ്ട്. ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ എന്ത് ചെയ്യാം, തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സമയം കണ്ടെത്തി ഒരു ചാപ്റ്ററെങ്കിലും ഒരു ദിവസം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് പഠിക്കുമ്പോൾ വെയിറ്റേജ് അനുസരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഫിസിക്സ് പ്ലസ് ടു ഫിസിക്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്ലസ് ടു ഫിസിക്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റേജ് ഏറ്റവും കൂടിയ ചാപ്റ്റർ ഏതാണോ ആ വെയിറ്റേജ് ഏറ്റവും കൂടിയ ചാപ്റ്റർ തന്നെ നിങ്ങൾ ആദ്യം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും മാത്സ് ആയാലും ഏതായാലും ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾ എഴുതി ആ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നും ഏതാണ് കറക്റ്റായിട്ട് ആദ്യമേ പഠിച്ച് വരേണ്ടതെന്നും ഉള്ള ചാപ്റ്റേഴ്സ് പറയാം. നിങ്ങൾ ആദ്യം തന്നെ ഫിസിക്സ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്സിൽ ഏറ്റവും മാർക്ക് കൂടിയ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ, അതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ. പ്ലസ് ടു ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്ററിന് ഏകദേശം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ 12 മാർക്കോളം വരുന്നൊരു ചാപ്റ്ററാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ 8 മാർക്ക് 9 മാർക്ക് അങ്ങനെയൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടാകും. ഇപ്പോൾ 2024 നോക്കുകയാണെങ്കിൽ 9 മാർക്കിന് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും വെയിറ്റേജ് അനുസരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏകദേശം 11 മാർക്ക് വരെ 11 മാർക്സ് വരെ വരുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുക, സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുക, അതേപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പഠിക്കുക, അതേപോലെ തന്നെ റേ ഒപ്റ്റിക്സ് പഠിക്കുക. അപ്പോൾ ഈ ഒരു 4 ചാപ്റ്റർ ആദ്യമേ പഠിച്ച് വെക്കുക. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ വേവ് ഒപ്റ്റിക്സിൽ നിന്നും ഏകദേശം 6 മാർക്കിന് നമുക്ക് എന്ത് വരുന്നുണ്ട്, വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പം നിങ്ങളതും അതേപോലെ തന്നെ പഠിച്ച് വെക്കുക. അപ്പോൾ ഈ ഒരു 5 ചാപ്റ്റർ ഞാൻ പറഞ്ഞ ഈ ഒരു ഇത്രയും ചാപ്റ്റർ ആദ്യമേ പഠിച്ച് വെക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 123 ഡേയ്സ് ഏകദേശം നിങ്ങൾക്കുണ്ട്. പ്ലസ് ടു എക്സാം എഴുതുന്നവർക്കും അതേപോലെ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർക്കും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. 123 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ച് വെക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഫിസിക്സിലെ ഞാനിപ്പോൾ വെയിറ്റേജ് അനുസരിച്ച് പറഞ്ഞ ഏതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്റർ, അതേപോലെ സെക്കൻഡ് ചാപ്റ്റർ, അതേപോലെ തന്നെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, പിന്നെ വേവ് ഒപ്റ്റിക്സ്, റേ ഒപ്റ്റിക്സ്, അങ്ങനെ 4 ചാപ്റ്റേഴ്സ്. ആ ഒരു 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യം പഠിച്ച് 4 ചാപ്റ്റേഴ്സ് അല്ല, ഞാനിപ്പോൾ പറഞ്ഞത് 5 ചാപ്റ്റേഴ്സ്. ഈ ഒരു 5 ചാപ്റ്റർ നിങ്ങൾ ആദ്യം പഠിച്ച് വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ വെയിറ്റേജ് നോക്കി കറക്റ്റായിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക. അപ്പോൾ ഈ ഒരു 123 ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ മോഡൽ എക്സാം വരുന്നതിന് മുന്നേ തന്നെ ഫുൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിനകത്ത് ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ഒക്കെ കണ്ട് പഠിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു രീതിയിൽ വെയിറ്റേജ് അനുസരിച്ച് ഇത്രയും ദിവസം കൊണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും ദിവസമുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഫിസിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഞാൻ കെമിസ്ട്രിയുടെ വെയിറ്റേജ് അനുസരിച്ചുള്ള ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ആ ഒരു അത്രയും ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇനി കെമിസ്ട്രിയുടെ വെയിറ്റേജ് അനുസരിച്ചുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം 10 നിങ്ങൾക്ക് വെയിറ്റേജ് അനുസരിച്ച് അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറയാം. ഏകദേശം 10 മാർക്സോളം വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ചില കുട്ടികൾക്ക് ഇച്ചിരി ടഫായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. എനിക്കത് കുറച്ച് പാടുള്ള ഒരു ചാപ്റ്ററായിരുന്നു. പക്ഷേ അത് നമുക്ക് എക്സാമിനൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. നിങ്ങളതിന് ആ ഒരു ചാപ്റ്ററിന് 10 മാർക്സിനാണ് വരുന്നത്. 10 മാർക്കും അതിൽ കൂടാനായിട്ടും ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൽ നിന്ന് ഏകദേശം 2023 വെച്ച് നോക്കുകയാണെങ്കിൽ 20 മാർക്കിന് വന്നിട്ടുണ്ട്. എന്നാൽ 2024 വരുമ്പോൾ അത് കുറഞ്ഞ് ഏകദേശം 9 മാർക്സ് അത്രയും മാർക്കിനെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു വെയിറ്റേജ് അനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾ ആൽഡിഹൈഡ്സിൻ്റെ ആ ഒരു ചാപ്റ്റർ, അതേപോലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ചാപ്റ്റർ, അതേപോലെ ഓർഗാനിക് കെമിസ്ട്രി ആ ഒരു അത്രയും ചാപ്റ്റേഴ്സും പഠിച്ചു വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ബയോ മോളിക്യൂൾസ്
മെട്രിസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ 5 മാർക്സിനാണ് ഏകദേശം നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആ ചാപ്റ്ററൊക്കെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, അതൊക്കെ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റേഴ്സാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാലും നിങ്ങൾ ലാസ്റ്റ് നമുക്ക് ആ എക്സാം ആകുമ്പോഴത്തേക്കും നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയാൽ നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് സൊല്യൂഷൻസിനൊക്കെ, അല്ലേ? കുറേ ഗ്രാഫൊക്കെ വരുന്ന ചാപ്റ്ററില്ലേ സൊല്യൂഷൻസ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നൊക്കെ സൊല്യൂഷൻസ് വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സൊല്യൂഷൻസ്. അതിൻ്റെ അകത്ത് നിന്ന് ഏകദേശം 9 മാർക്സിന് വരെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, അതേപോലെ തന്നെ ആൽഡിഹൈഡ്സ്, ബയോമോളിക്യൂൾസ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഇങ്ങനെ വെയിറ്റേജ് അനുസരിച്ച് ഞാനിപ്പോൾ പറഞ്ഞ ഈ 5 ചാപ്റ്റർ നിങ്ങൾ കറക്റ്റായിട്ട് ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ വെയിറ്റേജ് അനുസരിച്ച് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് മാത്സിലെ +2 മാത്സിലെ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുന്ന ചാപ്റ്റേഴ്സാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ റെഫർ ചെയ്ത് പഠിക്കാം, അല്ലേ? കുറേ യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ കുറേ ക്ലാസ്സസ്, എക്സാമിനറിൽ എജുപോർട്ട്, സൈലം, അങ്ങനെ കുറേ ക്ലാസ്സസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ മാത്സിൽ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ല. ഈ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ചിലപ്പോൾ കാണാറുണ്ട്, അല്ലാതെ ഞാൻ ഫുൾ ചാപ്റ്ററിൻ്റെ ഒരു ക്ലാസ് ആയിട്ട് കാണാറില്ല മാത്സ്. കാരണം എൻ്റെ +2 പഠിപ്പിച്ച ടീച്ചർ, +1 +2 പഠിപ്പിച്ച മാത്സ് ടീച്ചർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്ലാസ്സുകളൊന്നും യൂട്യൂബിലെ മാത്സിന് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ഇഷ്ടം, നിങ്ങൾ അതനുസരിച്ച് ക്ലാസ്സൊക്കെ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ വെയിറ്റേജ് അനുസരിച്ച് പറയുകയാണെങ്കിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അതേപോലെ തന്നെ മെട്രിസസ്, ഡിറ്റർമിനൻസ് വെരി സിമ്പിൾ ചാപ്റ്ററാണ്. പക്ഷേ നല്ല രീതിയിൽ തന്നെ മാർക്ക് പോകാൻ ചാൻസ് ഉള്ള ചാപ്റ്ററാണ് ഈ മെട്രിസസ് എന്ന് പറയുന്നത്. 6 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ് മെട്രിസസ്. അപ്പോൾ നിങ്ങൾ ആ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് പോകാൻ നല്ല സാധ്യതയുണ്ട്. എനിക്ക് മാർക്ക് ഭയങ്കര സിമ്പിളാണ് ആ ക്വസ്റ്റ്യൻ, പക്ഷേ എനിക്കെന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ് ആ ചാപ്റ്റർ, പക്ഷേ അതിന് മാർക്ക് മെട്രിസസിൻ്റെ ചാപ്റ്ററിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്നൊക്കെ ഏകദേശം 13 മാർക്സോളം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏകദേശം 10 മാർക്കോളം നമുക്ക് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ്. അതേപോലെ ഇൻറ്റഗ്രൽസ് 9 മാർക്കോളം നമുക്ക് വെയിറ്റേജ് വരും. അപ്പോൾ ഈ ഇൻറ്റഗ്രൽസ്, അതേപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് ഒക്കെ പഠിച്ചു വെക്കുക. അത് സിമ്പിൾ ചാപ്റ്ററാണ്. ഇൻറ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, മെട്രിസസ് ഒക്കെ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത പറയുമ്പോൾ ബയോളജിയിൽ നമുക്ക് ബോട്ടണി, സുവോളജി ആയിട്ട് 2 സബ്ജക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ബയോളജിയിൽ പറയുകയാണെങ്കിൽ ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ, ബയോളജി നമുക്ക് 5 ചാപ്റ്റേഴ്സാണ് ഉള്ളത് +2. അതേപോലെ തന്നെ +1 വരുമ്പം നമുക്ക് ഏകദേശം ബോട്ടണിയിൽ 9 ചാപ്റ്ററാണ് വരുന്നത്. ബോട്ടണിയിൽ +1 9 ചാപ്റ്ററും, അതേപോലെ തന്നെ നമുക്ക് +2 ബോട്ടണിക്ക് 5 ചാപ്റ്ററുള്ളൂ. അപ്പോൾ നമുക്ക് +2 ആ ഒരു 5 ചാപ്റ്റർ വെരി സിമ്പിളാണ്. നിങ്ങളതെല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബോട്ടണി എന്ന് പറയുമ്പോൾ ആ ഒരു 5 ചാപ്റ്റർ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോകും. അതേപോലെ തന്നെ ഞാനിപ്പോൾ പറയാനാണെങ്കിൽ നിങ്ങൾ ഒരു ചാപ്റ്റർ ഫുള്ള് നിങ്ങൾക്ക് പഠിക്കുന്ന പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് അല്ല, അത് കാണുക. ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് അവർ ചെയ്യിപ്പിക്കും. ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് ലഭിക്കും. അതേപോലെ തന്നെ ഈ ഒരു എക്സാം ആകുമ്പോഴത്തേക്കിനും അപ്പോൾ ഈ 2023 അവർ ആ എക്സാമിനറുകാർ, അതേപോലെ എജുപോർട്ടുകാരൊക്കെ അങ്ങനെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററിൻ്റെയും വരാനുള്ള എല്ലാ ഷുവർ ക്വസ്റ്റ്യൻസും, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ വെച്ച് അവരൊരു ക്ലാസ് ചെയ്യും. അപ്പോൾ എല്ലാവരും തന്നെ ആ ഒരു ക്ലാസ് റെഫർ ചെയ്ത്, അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള എത്ര ക്വസ്റ്റ്യൻസ് ആണോ ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ പറയുന്നതായിരിക്കും. അപ്പം ഈ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ആ ഒരു ക്ലാസ് കണ്ടാൽ തന്നെ നല്ല മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ +2 ബയോടെക്നോളജി, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, ബോട്ടണിൽ അത് ഏകദേശം 11 മാർക്കോളം വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ്. നിങ്ങളത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ബാക്കി വരിക എന്ന് വെച്ചാൽ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ്, ആ ഒരു ചാപ്റ്ററൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇനി സുവോളജിയിലോട്ട് വരുവാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 9 മാർക്സിന് വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ നിന്ന് ഏകദേശം 6 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ആ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ ആദ്യം തന്നെ പ്രയോറിറ്റി കൊടുത്ത് ടൈം യൂട്ടിലൈസ് ചെയ്ത് കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഈ ഒരു 4 സബ്ജക്റ്റിനെ പറ്റിയും പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പോൾ ഞാൻ
ജനുവരി വരെയുള്ളൊരു സ്റ്റഡി പ്ലാൻ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരിയിൽ മോഡൽ എക്സാമിനേഷനാണ്. ആ ഒരു ഫെബ്രുവരിയിലെ മോഡൽ എക്സാമിനേഷൻ മുന്നേ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് തന്നെ പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ വെയിറ്റേജ് അനുസരിച്ച് ഒരു ദിവസം ഒരു ചാപ്റ്ററെങ്കിലും വെച്ച് പഠിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക, നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ +1 വെയിറ്റേജ് വെച്ച് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതുന്നവരും എല്ലാവരും തന്നെ വെയിറ്റേജ് അനുസരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. വെയിറ്റേജ് അനുസരിച്ച് എന്ന് പറയുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സും വെയിറ്റേജ് അനുസരിച്ചുള്ള ഓരോ ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വെയിറ്റേജിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളവർ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതുന്നതാണ്. ഞാൻ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ അത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റേജ് അനുസരിച്ച് തന്നെ പഠിക്കുക. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ വേഗം തന്നെ ഇടുന്നതായിരിക്കും. ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും തന്നെ കാണുക. അതിൻ്റെ അകത്ത് ഞാൻ കറക്റ്റായിട്ട് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജും പറഞ്ഞ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് കറക്റ്റായിട്ട് പഠിക്കണമെന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വെയിറ്റേജ് അനുസരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെ പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് വേണ്ടതെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ തീർച്ചയായും തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.